ഹലോ ഡിയേഴ്സ്, ജാമോ ഡിസൈൻസിൻ്റെ ഹോം ബൂട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ കുറച്ച് നൈറ്റി ബിറ്റ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങൾ കുറച്ച് ലേഡീസ് ചേർന്നിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ്. ഞങ്ങൾ മറ്റുള്ള ലേഡീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഒരുമിച്ച് ബൾക്കായിട്ട് സാധനം എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. വീട്ടിലിരുന്നുകൊണ്ട് ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരെ സപ്പോർട്ട് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അവർക്ക് വേണ്ടി തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റീസെലർ ഗ്രൂപ്പുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ഒരു മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിലിട്ട് സെല്ല് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മിനിമം 10 പീസ് എടുക്കണമെങ്കിൽ ഹോൾസെയിൽ റേറ്റിലായിരിക്കും മെറ്റീരിയൽ ലഭിക്കുക. പിന്നെ കൊറിയർ ചാർജും ലാഭമായിട്ട് വരും. 2-3 പീസൊക്കെ എടുക്കുന്നവർക്കാകുമ്പോഴേക്കും കൊറിയർ ചാർജ് സെയിം തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് പറഞ്ഞത്. പിന്നെ 10 പീസ് എടുക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ഹോൾസെയിൽ റേറ്റായിരിക്കും കിട്ടുന്നത്. പിന്നെ വേറെ എന്തൊക്കെ പറയാനാണ് എന്നെനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം 1-2 വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഇച്ചിരി സമയം കിട്ടിയത് കൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത്. അത് വോയിസ് ഓവറാണ് ചെയ്യുന്നത്. കാരണം എല്ലാം സെറ്റ് ചെയ്തെടുക്കാനൊക്കെ ഉള്ള ഒരു ടൈം വേണ്ടേ. പിന്നെ സ്റ്റിച്ചിങ് ഉണ്ട്, എല്ലാം കൂടെ ചെയ്യാനുള്ളത് കൊണ്ടിട്ടാണ്. പിന്നെ ഞാനിനി വോയിസ് ഓവർ അല്ലാതെ തന്നെ വീഡിയോയിൽ എല്ലാവരുടെയും മുമ്പിൽ വന്നും പറയാനുള്ളൊരു ധൈര്യം ആക്കിയെടുക്കുകയാണ്. പിന്നെ ഞാനിപ്പോൾ ഒരു നീതു മാമിൻ്റെ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാനെങ്കിലും ഒരു ധൈര്യം കിട്ടിയത്. പിന്നെ എന്ന് വെച്ചാൽ ഞാനും പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനിപ്പോൾ ഇത്രയെങ്കിലും ചെയ്യാൻ തുടങ്ങി. ഇനി എന്നെപ്പോലെ പോലും ഒന്നും ചെയ്യാൻ തുടങ്ങാത്ത ആൾക്കാരും ഉണ്ടാവും. എല്ലാ ആഗ്രഹങ്ങളും മനസ്സിൽ വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാ വീട്ടമ്മമാരോടായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക. ചെറിയ രീതിയിലെങ്കിലും ചെയ്യാൻ തുടങ്ങുക. പിന്നെ ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങൾക്ക് സപ്പോർട്ടിനായിട്ടുണ്ടാവും.